ഓം പമ്പത്മായ നമ എന്ന മന്ത്രം കൊണ്ട് ജലാതി ജലാന്തം പൂജിക്കുക എന്ന് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ശംഖിലേക്ക് മൂർത്തി കൽപ്പിച്ച് ആവാഹിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. മൂർത്തി കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശംഖിലേക്ക് 3 പ്രാവശ്യം പൂവ് ആരാധിക്കുക. ഓം നമ, ഓം ഹ്രീം നമ, ഓം ഗം നമ. തൊഴുത് വിഘ്നേശ്വര മൂർത്തയേ നമ. ഈ ചടങ്ങിനാണ് മൂർത്തി കൽപ്പിക്കുക എന്ന് പറയുക. ആവാഹിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. കൈ കഴുകി പൂവ്, അക്ഷതം, ചന്ദനം, വലത് കണ്ടിയിൽ നിന്ന് തുളസവും കൂടെ ചേർത്ത് ഈ ഗന്ധപുഷ്പാക്ഷരങ്ങളെല്ലാം നമ്മുടെ വലത് കൈയിലിരിക്കണം. കൈ അഞ്ജലി മുദ്രയോടുകൂടി, തൊഴുകൈകളോടുകൂടി കൈകൾ മൂലാധാരത്തിലേക്ക് പിടിച്ചു ഓം നാഭിയിലേക്ക് കൊണ്ടുവരിക, ഓം ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക, ഓം ഉപചാരമന്ത്രം ജപിക്കുക. ഗണപതിയുടെ പൂജയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗണപതിയുടെ ഉപചാരമന്ത്രം ഓം ഗണാനാം ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭി ശീതസാധനം. കൈ ഉയർത്തി ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരിക. ഓം ശിരസിലേക്ക് ഓം 3 പ്രാവശ്യം മൂലമന്ത്രം ജപിക്കുക. ഓം ഗന്നമ, ഓം ഗന്നമ, ഓം ഗന്നമ. ഏഹി ഏഹി വിഘ്നേശ്വര മൂർത്തി ഭഗവൻ. കൈ താഴ്ത്തി മൂലാധാരം വരെ കൊണ്ടുവരിക. ആഗച്ഛ. കൈ ഉയർത്തി മൂക്കിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരിക. ആഗച്ഛ. ഇടതുമുക്ക് അടച്ച് വലതുമുക്കിലെ ശ്വാസം പുഷ്പത്തിലേക്ക് ആക്കുക. ഓം ആവാഹയാമി. പുഷ്പങ്ങൾ, ഗന്ധപുഷ്പാക്ഷരങ്ങളെല്ലാം വലത് കൈയിലേക്ക് ആക്കുക, ശംഖിലേക്ക് ഇടുക. ഓം ഗന്നമ. ഈ ചടങ്ങിന് പറയുന്ന പേരാണ് ആവാഹനക്രിയ അല്ലെങ്കിൽ ആവാഹനം എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ആവാഹന മുദ്ര ചെയ്യുക. തള്ളവരൽ മോതിരവിരലിന്റെ ചുവട്ടിൽ തൊട്ടുകൊണ്ട് പിടിക്കുക. ആവാഹിതോ ഭവ. കൈ കമഴ്ത്തി പിടിക്കുക. കൈയുടെ നടുഭാഗം ഒന്ന് വളയ്ക്കുക. പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ മുകളിലേക്കാക്കി പിടിക്കുക. ശംഖിന്റെ അടുത്ത് കാണിക്കുക. സംസ്ഥാപിതോ ഭവ. തള്ളവിരലകത്തായിട്ട് എല്ലാ വിരലും മടക്കുക. ശംഖിന്റെ അടുത്ത് കാണിക്കുക. സന്നിരുദ്ധോ ഭവ. 3 പ്രാവശ്യം ചുഴറ്റുക. സാന്നിധ്യം കുരു കുരു. ചെറുവല്ല മാത്രം നിവർക്കുക. 2 വശത്തേക്ക് അകത്തുക. പ്രസീത പ്രസീത. കൈ കഴുകി അല്പം ചന്ദനം കയ്യിൽ പുരട്ടുക. 2 കൈയിലായിട്ട് പുരട്ടി ശംഖിൽ ദേവനെ സങ്കല്പിച്ച് ആ ദേവന്റെ കിരീടം മുതൽ പാദം വരെ എന്നുള്ള സങ്കല്പത്തിൽ വ്യാപകം ചെയ്യുക. ഓം ഗന്നമ. കൈ കഴുകി ചന്ദനം കയ്യിൽ പുരട്ടി ഓം ഗന്നമ. കൈ കഴുകി ചന്ദനം കയ്യിൽ പുരട്ടി ഓം ഗന്നമ. ഒന്നുകൂടെ കൈ കഴുകുക. അംഗന്യാസം ചെയ്യുക. അപ്പം ആദ്യം ഹൃദയമുദ്ര ശംഖിലേക്ക് കാണിക്കുക. ഓം ഗാം ഹൃദയായ നമ. 2 വിരലുകൾ ചേർത്ത് പിടിക്കുക. തള്ളവിരലും ചൂണ്ടുവിരലും. ബാക്കി എല്ലാ വിരലുകളും മടക്കി പിടിക്കുക. ഓം ഗീം ശിരസേ സ്വാഹ. തള്ളവിരൽ മാത്രം നോക്കുക. ബാക്കി എല്ലാ വിരലും മടക്കുക. ദേവന്റെ ശിരസിന്റെ പിൻഭാഗത്തെന്നുള്ള സങ്കല്പത്തിൽ. ഓം ഗൂം ശിഖായൈ വഷ. തള്ളവിരലിന്റെ മുകളിൽ ചൂണ്ടുവിരൽ. 2 വിരലുകൾ. ഇടത് കൈ ആദ്യം, വലത് കൈ രണ്ടാമത്. ദേവന്റെ ഹൃദയത്തിന് നേരെയാണ് സങ്കല്പം. ഓം ഗൈ കവചായ ഹും. 3 വിരലുകളെ കൊണ്ട് 3 നേത്രങ്ങൾ. ഓം ഗൗ നേത്രത്രയായ വൗഷ. വലത് കൈയുടെ മോതിരവിരൽ ഇടത് കൈകളിലെ തൊടുക. കൈയെടുത്ത് ഇടത് കൈയുടെ മോതിരവിരൽ വലത് കൈകളിലെ തൊടുക. കൈയെടുത്ത് 2 കൈകളും ഉള്ളിലേക്ക് കമഴ്ത്തി നടുവിരൽ മടക്കി തള്ളവല്ലം ചൂണ്ടുവല്ലം തൊട്ട് പുറത്തേക്ക് കാണിച്ച് മലർത്തി അകത്തി ഓം ഗ അസ്ത്രായ ഭട്ട്. ഛന്ദസ് ഗണകർഷി നിജൃഗായത്രി ഛന്ദ ശ്രീ ബീജഗണപതർ ദേവത. കൈ കഴുകുക. തുളസി എടുത്ത് വലത് കിണ്ടിയിൽ നിന്നും ശംഖിലേക്ക് 3 പ്രാവശ്യം ജലം തളിക്കുക. മൂലമന്ത്രം കൊണ്ട് ഓം ഗന്നമ, ഓം ഗന്നമ, ഓം ഗന്നമ.
ചന്ദനം 3 പ്രാവശ്യം തുളസി കൊണ്ട് തളിക്കുക. ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം നമ. തുളസി കൊണ്ട് ഒരു തവണ ജലം തളിക്കുക. ഓം നമ. 3 പ്രാവശ്യം പുഷ്പം ആരാധിക്കുക. ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം നമ. തുളസി കൊണ്ട് ഒരു തവണ ജലം. ഓം നമ. ജലഗന്ധ പുഷ്പം അർച്ചിക്കുക എന്നാണ് ഇതിന് പറയുക. ശംഖെടുത്ത് ഇടത് കൈ വെക്കുക, വലത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക, 8 പ്രാവശ്യം മന്ത്രം ജപിക്കുക. മൂലമന്ത്രം ഓം ഗം നമ, 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 ഓം ഗം നമ. 8 പ്രാവശ്യം ആയാൽ ആപ്യായിക്കുക. കൈ ഇങ്ങനെ 3 പ്രാവശ്യം കാണിക്കുക. പ്രോക്ഷിക്കുക, കയ്യിലേക്ക് ജലമൊഴിക്കുക, തിരിച്ചൊഴിക്കുക 3 പ്രാവശ്യം. ശംഖ് 2 കണ്ടും പിടിച്ച് ശംഖിലുള്ള ജലത്തിന്റെ 1/4 ഭാഗം കിണ്ടിയിലേക്ക് ഒഴിക്കുക. വലതുവശത്തെ കിണ്ടി, അതാണ് തീർത്ഥ കിണ്ടി അല്ലെങ്കിൽ വലത് കിണ്ടി എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ തീർത്ഥം ശേഖരിക്കുന്നത്. അപ്പൊ അതിലേക്കാണ് ഈ ആവാഹിച്ചിരിക്കുന്ന ജലത്തെ നമ്മൾ ഒഴിക്കേണ്ടത്. ശിരോമന്ത്രം ജപിച്ചുകൊണ്ടാണ് ഒഴിക്കേണ്ടത്. അതാണ് ദേവന്റെ ശിരോമന്ത്രം. ഓം ഗീം ശിരസേ സ്വാഹ. 1/4 ഭാഗം ജലമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ആവാഹിച്ച പൂവും അക്ഷതമൊക്കെ ഇതിൽ ഉണ്ട്. അതെല്ലാം എടുത്ത് കിണ്ടിയിലേക്ക് ഇടുക. ബാക്കിയുള്ള ജലം കയ്യിലൊഴിച്ച് അവനവനും പൂജാപാത്രങ്ങൾക്കും പൂജാ സാധനങ്ങൾക്കും എല്ലാം തളിക്കുക. ഓം ഭട്ട് എന്ന് ചൊല്ലി തളിക്കുക. ശംഖ് ഇടത് കിണ്ടിയിൽ നിന്ന് ശംഖിലേക്ക് ജലം ഒഴിച്ച് കഴുകി ശംഖുകാലി വെക്കുക. വലത് കിണ്ടിയിൽ നിന്ന് ശംഖിലേക്ക് ജലം ഒഴിച്ച് വെക്കുക. ഇപ്പൊ ശംഖപൂർണത്തിന്റെ ക്രിയ പൂർത്തിയായി. വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ശംഖപൂർണം എന്ന് പറയുന്നത്.